ഒരു ചിറ്റാരിക്കടവ്. പുകഴ്ത്തുന്ന പാണനാരും പാട്ടിലലിയുന്ന പൊന്നിലാവും പാടിപ്പുകഴ്ത്തുന്ന പാണനാരും പാട്ടിലലിയുന്ന പൊന്നിലാവും പാട്ടുമായി പാടത്ത് നന്മണി കൊത്തി പാറിപ്പറക്കുന്ന വെൺപ്രാക്കളും പഴഞ്ചൊല്ലിലെ അതിരെല്ലാം പാലാഴിയാക്കി ചിരിക്കുന്ന മുത്തശ്ശിയും. പതിവായി കാവിലെത്തും പുലർക്കാല കിരണങ്ങൾ പൂജയ്ക്കു പൂ പറിക്കാൻ കൂടെയെത്തുമ്പോൾ പരിഭവം നുണയുന്ന ഇടവഴിയിലൂടെന്നും പല നാളുകൾ കൂടി സഞ്ചരിക്കാൻ ബാല്യമെന്നിൽ കാത്തിരുന്നു പൂത്തുലഞ്ഞു. പാടിപ്പുകഴ്ത്തുന്ന പാണനാരും പാട്ടിലലിയുന്ന പൊന്നിലാവും പണ്ടത്തെ ഓർമ്മകൾ ചിറ്റാരിക്കടവത്ത് പഞ്ചാരി മേളമായി തിരതള്ളവേ പാതിരാ നേരത്തു മാതിരാ നാളിൽ പാതിക്കു വേണ്ടി ഞാൻ നോറ്റതെല്ലാം പറയാതെ തീർത്തൊരാ പ്രണയമാം രാവുകൾ പാതിമേയായി തീർന്ന നേരം പാടിപ്പുകഴ്ത്തുന്ന പാണനാരും പാട്ടിലലിയുന്ന പൊന്നിലാവും പാട്ടുമായി പാടത്ത് നന്മണി കൊത്തി പാറിപ്പറക്കുന്ന വെൺപ്രാക്കളും പഴഞ്ചൊല്ലിലെ അതിരെല്ലാം പാലാഴിയാക്കി ചിരിക്കുന്ന മുത്തശ്ശിയും. എന്താ സുശീല നിന്റെ വിചാരം? അമ്മയുടെ പല പ്രാവശ്യം പറഞ്ഞു എന്നെ സുശീൽ എന്ന് വിളിക്കരുത്, സുശീല. അതാണ് എനിക്ക് ഇഷ്ടം. ഈ ചാക്കന്റെ ഒരു കാര്യം. അമ്മക്ക് അസൂയ. സുശീലുണ്ട് സുശീല. സുശീല 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 സുശീലുണ്ട്. എന്റെ കുട്ടികളെ, നിങ്ങൾ എന്നെ കണ്ടിട്ടില്ലേ? ഒരു അടിയെടുത്ത് തന്നാ കാണാം. അടി കിട്ടും.
നല്ല അടി കിട്ടും. അടി കിട്ടും. കൂട്ടങ്ങൾ നല്ല അടി കിട്ടും. സത്തുക്കൾ. മാഷേ, ഫോട്ടോയിൽ കാണുന്നേക്കാൾ ഭംഗിയുണ്ടല്ലോ. പോവാ, വരൂ. നിന്ന് എന്റെ കാല് കഴിച്ചു. മാഷ് വരില്ല എന്നാ ഞാൻ വിചാരിച്ചത്. എത്ര നേരമായി മാഷ് ഞാൻ കാത്തിരിക്കുന്നു. ഇവിടേക്കാകെ 2 ബസ്സേ ഉള്ളൂ. അതുകൊണ്ട് ബസ് ഇന്ന് ലേറ്റാ. ഈ നാട് വളരെ നല്ലതാണ് മാഷേ. സുശീല ഇവിടെ എത്തിയിട്ട് എത്ര വർഷമായി? 5. തൊട്ട് മുമ്പത്തെ മാഷ് ഇവിടുന്ന് റിട്ടയർഡ് ആയത്. ഞാൻ വന്നപ്പോൾ അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം ഞാൻ ഒറ്റയ്ക്കായിരുന്നു എല്ലാ കാര്യങ്ങളും നടത്തിയിരുന്നത്. അതിനിടയ്ക്കാ മാഷ വരവ്. മാഷക്ക് ഈ നാടും നാട്ടുകാരൊക്കെ ഒന്ന് പരിചയപ്പെടണ്ടേ? ആ, ശങ്കരേട്ടൻ വരുന്നുണ്ട്. മാഷേ, ഇതാ ഞാൻ പറഞ്ഞ ശങ്കരേട്ടൻ. ശങ്കരേട്ടാ ഏതുമല്ലേ? അതെ, സുശീല പറഞ്ഞിരുന്നു. മൂപ്പരാണ് മാഷക്ക് വാടക വീട് ശരിയാക്കി തരാന്ന് പറഞ്ഞത്. ശങ്കരേട്ടാ, എനിക്കൊരൊറ്റ വീട് വേണം. ഒരു ഗേറ്റും മുറ്റമൊക്കെ ഉള്ളൊരു വീട്. എനിക്കവിടെ പൂക്കളൊക്കെ നട്ട് പച്ചക്കറികളൊക്കെ ഉണ്ടാക്കി പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനാണ് എൻ്റെ ഇഷ്ടം. അതിന് പറ്റിയൊരു വീടുണ്ട് മാഷെ. സുശീലേ, അപ്പൊ വൈകിട്ട് കാണാം. ശരി. ശങ്കരേട്ടനൊരു കാര്യം ഏറ്റതാ. ഇന്ന് വൈകുന്നേരത്തോടെ മാഷിക്ക് വീട് റെഡിയാ. ഇതാ ആ വളവ് കഴിഞ്ഞ രാഘവേട്ടന്റെ ചായക്കടയാണ്. നമുക്ക് അവിടെ ഒന്ന് കേറിയിട്ട് പോയാലോ? രാഘവേട്ട, 2 ചായ. മാഷ് വല്ലതും കഴിച്ചതാണോ? ഇല്ല, എന്തെങ്കിലും കഴിക്കണം. പുതിയ പോസ്റ്റ് മാഷ് വരുന്ന സുശീല പറഞ്ഞിരുന്നു. അല്ല, കഴിക്കപ്പോ എന്തെടുക്കേണ്ടത്? നല്ല ചൂടുള്ള പുട്ടും കടലിന്റെ എടുക്കട്ടെ. ഓ, ആവാം. നോക്കിയിട്ട് കാര്യമില്ല, എടുക്കി എനിക്കുള്ള പ്ലേറ്റ്. ചെറിയ തോടൊക്കെ ഉണ്ടല്ലോ. മാഷേ, ആ ബാഗിങ് തരൂ മാഷേ. ശരി. അയ്യോ, വീഴല്ലേ. ഇതാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസ്. ഇതാ ആ, വീട് ഇഷ്ടപ്പെട്ടില്ലേ? ഓ, വീട് ഇഷ്ടപ്പെട്ടു. അപ്പടി മാറാലും പൊടിയാ. ഒന്ന് നന്നാക്കി എടുക്കാം. അതൊക്കെ നമുക്ക് ശരിയാക്കാം മാഷേ. ആ, അപ്പൊ വീടായി. ഇനി ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ തൽക്കാലം 2 ദിവസം രാഘവട്ടന്റെ കടയിൽ നിന്ന് കഴിക്കാം. വീട് വൃത്തിയാക്കിയിട്ട് ഇവിടെ തന്നെ പാചകം ചെയ്ത് കഴിക്കാണ് ഉദ്ദേശം. മാഷുക്ക് പാല് വേണമെങ്കിൽ വീട്ടില് കറവുണ്ട്, അവിടുന്ന് കൊണ്ടുവരാം. ആ, എന്നാ പിന്നെ 2 ഗ്ലാസ് പാലായിക്കോട്ടെ. ആ, എന്നാ അങ്ങനെ അങ്ങോട്ട് തീരുമാനിക്കാം. ഓ, ആ, അപ്പൊ പറഞ്ഞ പോലെ. ശങ്കരേട്ടാ, ഒരു ചായ കുടിച്ചിട്ട് വരിക. ഇപ്പൊ വേണ്ട, വീട്ടിൽ പോയിട്ട് അത്യാവശ്യമുണ്ട്. ഞാൻ ചെല്ലട്ടെ. സുശീല പോകരുത്. ഈശ്വരാ, പുല്ലേരിയാനായിരിക്കും. രാഘവേട്ട, നമ്മുടെ ചെക്കന്മാർ ഇവിടെ ഒന്നും കണ്ടില്ല. ഇവിടെ പോയി. ഉത്സവമൊക്കെ നടക്കല്ലേ, അവിടെ എന്തോ പ്രശ്നം നടക്കണ്ടേ. ചെക്കന്മാർക്ക് അവിടെ പോയതാണ്. എന്നാ രാഘവേട്ട, ഞങ്ങൾ ഇറങ്ങാം. എന്നാ ശരി, പോവാ മാഷേ. കൈ ഇപ്പളൊന്ന് ക്ലിയർ ആയത് കേട്ടോ. ഒന്ന് പോയിക്കണോ? ആ, എടുക്കെടുക്കെടുക്ക്. ആ, ഒന്ന് ഇരിക്കട്ടോ. വെയിലും കൊണ്ട് പോന്നല്ലേ. സിഗരറ്റും വന്നു, തീപ്പൊട്ടിയും തന്നു. ഇനി ചുണ്ടും വേണങ്ങക്ക്. നോക്കി, സുശീലൻ ഇന്നലെ നമ്മൾ പറഞ്ഞ കക്ഷിനെയും കൊണ്ട് വരുന്നുണ്ട്. മാഷായിരിക്കും അല്ലേ? മാഷേ, ഇതാ ഞാൻ പറഞ്ഞ ചെക്കൻ. നമസ്കാരം, ഞാൻ ചെയ്തു. കൈ കൊടുത്തോളൂ. ഹലോ. ഹായ്. ഇത് ഹരി, രാജു, ബാബു.
ഇത് ചെക്കന്മാരെന്ന് കുറച്ച് വിട്ടിട്ട. ഇവരാണ് മാഷെ ഈ നാട്ടിലെ യഥാർത്ഥ സാമൂഹ്യ പ്രവർത്തകര്. ചിറ്റാരിക്കടവിന്റെ കാവൽക്കാരാ. ചങ്കാണ് മാഷെ, ചങ്ക. അതെ നമ്മളെ സ്വന്തം ആളാ മാഷെ. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ഉത്സവം നടക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ ഒരു തിരക്കൊക്കെ ഉണ്ട്. അതിന്റെ കൂടെ ഒരു നാടക റിഹേഴ്സലൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. മാഷും കൂടി വരികയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം. ഓ പിന്നെന്താ. സുഷി രണ്ടെണ്ണം പോടാ. മാഷെ ഇതൊക്കെ ഈ നാട്ടിൽ പതിവാ. മാഷ് വരൂ. പോട്ടെ സുഷി. ഇങ്ങനെ കുറെ അലവലാദികളുണ്ട് നമ്മളെ നാട്ടില്. നാടിനെ പറയിപ്പിക്കാൻ. മാഷെ ഇത് നമ്മുടെ നാട്ടിലെ പ്രധാന പാവം. ഇനിയുണ്ട് രണ്ടെണ്ണം. അങ്ങനെ ഒരു ചായ. ചേച്ചി രണ്ട് ചായ. രണ്ട് ചായ. ചായ നന്നായില്ലെങ്കിൽ 5 ചായ കൂടി പാരണ്ടി വരും. എന്തിനാ? ചന്തിയാകാനേ. ചേച്ചിന്റെ കടി മുഴുവൻ ഞങ്ങൾ തീർക്കും. നിന്റെയൊക്കെ തന്തമാര് വിചാരിച്ചിട്ടേ ശാന്തേനെ കടി തീർക്കാൻ പറ്റിയിട്ടില്ല. കടി തീർക്കുന്നല്ലോ പറഞ്ഞു. കടന്ന് തീർത്തില്ല. ഒന്നാണ് നീങ്ങിയിരുന്നേങ്ങായി. എന്തേങ്ങായി? പണിക്കും പോകൂല. അവിടെ തൊള്ളിയും പൊളിച്ച അങ്ങനെ ഇരിക്കും. അതിന് പണി വേണ്ടേങ്ങായി. ഉണ്ടാവൂല. എങ്ങനെ ഉണ്ടാകാ? ഇവിടെ ഇങ്ങനെ ഇരിക്കലല്ല പണി. ഇപ്പൊ പണിക്ക് പോയിട്ട് എന്താ ഉണ്ടാക്കി? ശരി തന്നെ. ഒരു ലോഡ് കട ഉണ്ടാക്കിയേക്ക. 4 കുട്ടികളും പണിക്കും പോകൂല. പെണ്ണുങ്ങൾ പണിക്ക് പോക. ഇതങ്ങനെ തിന്ന. മാഷ്ക്ക് ഞങ്ങളെ നാടൊക്കെ ഇഷ്ടപ്പെട്ടോ? മാഷ വീട് എവിടെ? കുറച്ച് തെക്കാ. തെക്കെന്ന് പറഞ്ഞാല്? തെക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് വടക്ക്. ഒരാളിനെ കിട്ടിയാലേ അന്റെ ഒക്കെ മാതിരി തെക്ക് വടക്കല്ല. ഒറ്റപ്പാലം, തിരുവില്ലാമല. ഫാമിലിയൊക്കെ? അച്ഛനും അമ്മയും ഞങ്ങൾ 3 മക്കളാണ്. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. എനിക്ക് താഴെ ഒരു അനിയനാണ്. PSC കോച്ചിങ്ങും പിന്നെ നിങ്ങളെപ്പോലെ നാടകം ക്ലബ്ബൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുന്നു. ഞങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ സുശീലിനെ എല്ലാം പറഞ്ഞിട്ടുണ്ടാവും. സുശീലിനല്ല, നമ്മളെ സുശീല നല്ലോണം കൂട്ടി പറഞ്ഞിട്ടുണ്ടാവും. ഇതുപിടി എന്താ നമ്മളെ എഴുതുക? എന്തെഴുതും? പ്രിയപ്പെട്ട സുശീലൻ. പ്രിയപ്പെട്ട എന്നുള്ളത് പ്രിയമുള്ള സുശീലയ്ക്ക് നാക്കിയാലോ? അത് പറ്റും. അത് പറ്റും. പ്രിയമുള്ള ഒന്ന് വൃത്തിയായിട്ട് എഴുതിക്കോ. ഓനൊന്ന് ഞെട്ടട്ടെ. അതന്നെ. ഓ ശരിക്കും ഞെട്ടട്ടെ. ആ കത്ത് മറ്റേ ആ കത്തിട്ട് അഡ്രസ് തെറ്റരുതട്ടോ. അഡ്രസ്സൊക്കെ നല്ലോണം അറിയാം. ഇത് പറയുന്നു വേണ്ട. അഡ്രസ് സുശീല എം. സുശീല എം. മാങ്കൂട്ടത്തിൽ ഹൗസ്. മാങ്കൂട്ടത്തിൽ ഹൗസ്, ചിറ്റാരിക്കടവ് PO. എങ്ങനെ മടക്കാവല്ലേ? ഇനിയിപ്പോ തുപ്പല് കുട്ടി ഒട്ടിച്ചെങ്കിലും ഇപ്പൊ ശരിയാകുള്ളൂ എന്നൊക്കെ തോന്നുന്നു. തുപ്പലൊന്നും വേണ്ട. പ്രിയമുള്ള സുശീലയ്ക്ക് സുഖമാണോ മുത്തേ?
നിന്നെ ഒന്ന് കാണാൻ എത്ര നാളായി കാത്തിരിക്കുന്നു. നിന്റെ ഫോൺ നമ്പർ തരുമോ? സുശീല, മാങ്കുട്ടൽ ഹൗസ്, PO ചിറ്റാരിക്കടവ്. ആരാണാവോ? സുശീലൻ, മാങ്കുട്ടൽ ഹൗസ്, ചിറ്റാരിക്കടവ്. പ്രിയമുള്ള സുശീലയ്ക്ക്, ഈശ്വര, ഇതിനെല്ലാം ഒരു കൈശ്വരാണല്ലോ. എന്നെ എത്രമാത്രം സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അത്രയ്ക്ക് സുന്ദരിയാണോ ഞാൻ? ആയിരിക്കില്ലേ? നമ്മളെ ഇടിക്കട്ട കട്ടൻ ചായക്കട്ട പറയാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. ആ വരുന്നുണ്ട് നമ്മളെ മുതല്. എന്റെ ഈശ്വര, ക്യൂട്ടസ്റ്റ് കാമ്പോളി. കട്ടൻ എന്ത് കുടിച്ച് വിളിക്കും? വരാം. കുടിച്ച് തരുമോ? ആ സുശീല സുഖം. എന്ത് പാവട്ടാ. ആ, വല്ലാത്ത ചായ കുടിക്കാൻ പോരണോ? ഇല്ലോ ഇല്ല. പോരണോ? വരൂന്നേ. എന്തോ വിളിച്ചിട്ട് പോവാന് പോയി കൂടെ ചായ ഓന്റെ ഒപ്പം പോയാലേ കട്ടൻ ചായ കുടിക്കാം. ആ കുട്ടാ, ഞങ്ങൾ അച്ഛനെ കണ്ടു, പറഞ്ഞിട്ടുണ്ട്. മോനെ. ഉത്സവം നടക്കാണ്. എന്തൊക്കെയാ പരിപാടി? പായസം ഉണ്ടാവും, വരണട്ടോ. ആയിക്കോട്ടെ. ഇത് പിടിക്കും. ഇതാ മാഷ് വരുന്നുണ്ടല്ലോ. ആരെ വിചാരിച്ചോ അയാൾ തന്നെ നമ്മളെ മുന്നിലെത്തിയോ. എന്തപ്പോ എല്ലാരും കൂടെ? മാഷേ, എന്താ വിശേഷം? മാഷേ ഞങ്ങൾ അതന്നെ. ഉത്സവപ്പിരിവിന് ഇറങ്ങിയതാ. ഓ, ഒരു കാര്യം പിന്നെന്താ? ചെയ്യാം. മാഷയും കൂടി ആ, കൂട്ടി ശരിയായിട്ട് മാഷെ നമുക്ക് പിരിവിനാണ് പോവാം. എന്നാ മാഷ പോവാ. മാഷ് ഓക്കെ അല്ലേ? പോവാ. എന്നാ വാ. ഇവിടെ വന്നോ. ഇത് തന്നെ ഒരു നോട്ടീസ് തന്നെ. കണ്ടോ, ഇതൊക്കെ കണ്ടില്ലേ? മെമ്പർ ആയതിനു ശേഷം നല്ല പുരോഗതിയാണ്. അതിന്റെ പണിയൊക്കെ നടക്കണ്ടേ? എങ്ങനെ പുരോഗതി ഇല്ലായിരിക്കും? ഇവിടെയൊക്കെ ചവിട്ടാൻ പറ്റാവല്ലേ? ഇവിടെ ആരുമില്ല. വാതില് തുറക്കണല്ലോ. കണ്ടോ, ഉണ്ടല്ലോ. ഇത് മൊത്തം ടൈലാക്കുള്ള അവിടെ പരിപാടി. ഉണ്ടാവും കേട്ടോ, ചില- മൊത്തം അഴിമതിയാണ്. ഒന്നുമില്ലാതെ വല്ലതും ചെയ്യാൻ അത് പറ്റൂല. പറ്റുമോ? ആ ശങ്കരേട്ടൻ വരുന്നുണ്ട്. ആ അതാണ്. ശങ്കരേട്ടാ, ആ വരാ. ആ ഇരുന്നോളൂ. നല്ല മോള് നാളികേരായിട്ടുണ്ടാവും. പിരിവിനാവും. നമ്മളേതായാലും കൂട്ടിലെ കോഴിയല്ലേ. കിട്ടിയതന്നെ പിശുക്ക് കണ്ടുപിടിച്ച ആളാ. പതുക്കെ പറയാൻ കേക്കും. അത് പോട്ടെ, മാഷന്റെ വീട്ടിലേക്ക് ആദ്യമായിട്ട് വരില്ലേ? മാഷ എനിക്കൊന്ന് സൽക്കരിക്കണം. അറുത്ത കൈക്ക് ഉപ്പ് വെക്കാത്ത ആളാ സൽക്കരിക്കാൻ നടക്കണം. അടന്ന് തന്നെ. ഇതിലും വലുതവിടെ നടക്കാൻ പോണ്. നിങ്ങള് കണ്ടോ? മോളെ, ഒന്നിങ്ങോട്ട് വരൂ.
മാഷേ ഇതിന്റെ മകൾ വീണ പഞ്ചായത്ത് മെമ്പറാ. മാഷേ വെറും മെമ്പർ അല്ലട്ടോ, നമ്മുടെ മെമ്പറാ. മാഷ കിളി പോയി മോനെ. ഹരിയ, ആ, ശരി. നമുക്കറിയാം. എന്നാ പോവാം. ശരി, മാഷ ശരി. പോവാ. ചായയും വെള്ളം എന്തെങ്കിലുമൊക്കെ? ഒന്നും വേണ്ടേ, ഞങ്ങൾ ഇറങ്ങാം. മറക്കണ്ട. മെമ്പർ എന്നാ ശരിട്ടോ, ശരി, കാണാം. എല്ലാരും നേരത്തെ വന്നോളൂ. രാഘവേട്ടോ, അസാധ്യ മുട്ടയാണല്ലോ. വർഷണൻ എരണം കെട്ടവൻ, ആണും പെണ്ണുമല്ലാത്ത ജാതി. നീ എനിക്ക് തന്നെ ഉണ്ടായല്ലോടാ മഹാഭാവി. നീ ഒരൊറ്റൊരുത്തന് കാരണം നാട്ടിൽ തലയുയർത്തി നടക്കാൻ പറ്റാതായി. ഒരു ജന്മം പാഴായി പോയല്ലോടാ നായിന്റെ മോനെ. പോയി ചത്തൂടാ. തുടങ്ങി രാവിലെ തന്നെ. മോൻ പോയിക്കോ. എന്തിനാ നമ്മുടെ കുട്ടി ഇങ്ങനെ പ്രാകണത്? ആകിയിട്ടാണെങ്കിലും എന്റെ മോൻ നന്നാവട്ടെ എന്ന് കരുതിയാ അത്ര തന്നെ. എവിടെ എനിക്കൊരു പ്രതീക്ഷയുമില്ല. എന്തേ നേരത്തെ പോന്നോ? ക്ലാസ് ഉണ്ടായിരുന്നില്ലേ? എനിക്ക് നാളെ അത്യാവശ്യം ഇടുന്ന പഞ്ചായത്തിൽ പോണം. കുഴപ്പമില്ല, ഞാൻ വരണോ? നാളെ സ്കൂളുണ്ടോ? ഇല്ല. നാളെ എന്തായാലും നമുക്ക് ഉത്സവത്തിനുള്ള ഡ്രസ്സ് എടുക്കാൻ പോകണം. നാളെ നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം കേട്ടോ. മാഷേ, നമുക്കൊരു ചായ കുടിച്ചാലോ? ഒന്ന് ഉഷാറാവാം. പോവാം. മാഷേ, മാഷ് എന്താ ആലോചിക്കുന്നേ? എന്നോട് പറ. കാണണം. എന്തിനാ മാഷേ? എന്താടി നിനക്ക് ആണുങ്ങളെ കാണുമ്പോ ഒരു മറ്റേടത്ത് ആക്കല്? അത് ആണുങ്ങളെ കാണുമ്പോഴല്ലേ? നീ അതിന് ആണാണോ?
നിന്റെ മെമ്പറുകൾ രഘുവിന്റെ അടുത്ത് വേണ്ട. മാഷേ ദാ ഓടാ. ആ തീപ്പൊട്ടി എടുത്തേ. പിന്നെ നമ്മളെ ശങ്കരാട്ട് പിരിവ് കിട്ടോ? റെസീറ്റിൽ ഏതെങ്കിലും തന്നാ മതിയെന്നു. എത്ര ദിവസമായി? മോനെ, മെമ്പറെ സ്വന്തക്കാര് വരുന്നുണ്ടല്ലോടാ. വരട്ടടാ. എടാ പുല്ലേ, നീ കമന്റ് അടിച്ചോ. പക്ഷെ പെണ്ണുങ്ങളെ ബ്ലൗസിന്റെ ഇടയിൽ കയറിയുള്ള നിന്റെ ഈ കമന്റ് അടി ഉണ്ടല്ലോ, അത് വേണ്ട. നിന്റെ അമ്മയും പെങ്ങളും നല്ലല്ലടാ രഘു കമന്റ് അടിച്ചത്. മെമ്പറെ മാത്രമല്ല, ചിറ്റാരിക്കടലിൽ ഒരു പെണ്ണിന്റെ നേർക്ക് ഉയരില്ല. നിന്റെ ഒന്നും കയ്യിൽ
ഇങ്ങോട്ട് വാടാ ഈനാമ്പേച്ചി റെഡി വാടാ. കുറവയുണർന്നല്ലോ ഈ മലനാടിൻ ഉത്സവമായി മാലോകരെ വരവേൽക്കാൻ നാടുമുണർന്നല്ലോ ചിറ്റാരിക്കടവിനു മേലെ ആകാശ പന്തലുയർത്താൻ വാനോളം പൊങ്ങിപ്പാറുന്നേ ഉത്സവക്കൊടി വാനോളം പൊങ്ങിപ്പാറുന്നേ കൊട്ടും കുറവയുണർന്നല്ലോ ഈ മലനാടിൻ ഉത്സവമായി മാലോകരെ വരവേൽക്കാൻ നാടുമുണർന്നല്ലോ ചിറ്റാരിക്കടവിനു മേലെ ആകാശ പന്തലുയർത്താൻ വാനോളം പൊങ്ങിപ്പാറുന്നേ ഉത്സവക്കൊടി വാനോളം പൊങ്ങിപ്പാറുന്നേ താളമെടുക്കും കൈകളുമേന്തി കായംബകതൻ താളം മുറുകി താലപ്പൊലിതൻ പൂരം കാണാൻ താരം വിണ്ണിലുദിച്ചല്ലോ താരം വിണ്ണിലുദിച്ചല്ലോ താളമെടുക്കും കൈകളുമേന്തി കായംബകതൻ താളം മുറുകി താലപ്പൊലിതൻ പൂരം കാണാൻ താരം വിണ്ണിലുദിച്ചല്ലോ ആനയും അമ്പാരിയും ആകാശത്താലവട്ടം ആനയും അമ്പാരിയും ആകാശത്താലവട്ടം വീശിയെത്തും മേടക്കാറ്റിൻ പൂന്തന്നൽ വന്നേ വീശിയെത്തും മേടക്കാറ്റിൻ പൂന്തന്നൽ വന്നേ കൊട്ടും കുറവയുണർന്നല്ലോ ഈ മലനാടിൻ ഉത്സവമായി മാലോകരെ വരവേൽക്കാൻ നാടുമുണർന്നല്ലോ ചിറ്റാരിക്കടവിനു മേലെ ആകാശ പന്തലുയർത്താൻ വാനോളം പൊങ്ങിപ്പാറുന്നേ ഉത്സവക്കൊടി വാനോളം പൊങ്ങിപ്പാറുന്നേ
ചൂളമടിക്കും കൂട്ടരുമുണ്ടേ, ചൂളിപ്പോകും പെൺപടയുണ്ടേ, ചൂടാൻ വർണ്ണക്കുടകളുമേന്തി ചുറ്റും കൂടിയ പൈതങ്ങൾ, ചുറ്റും കൂടിയ പൈതങ്ങൾ. ചൂളമടിക്കും കൂട്ടരുമുണ്ടേ, ചൂളിപ്പോകും പെൺപടയുണ്ടേ, ചൂടാൻ വർണ്ണക്കുടകളുമേന്തി ചുറ്റും കൂടിയ പൈതങ്ങൾ. താമരക്കുമ്പിളാലെ കൈകൂമ്പി നിൽക്കുമ്പോൾ, താമരക്കുമ്പിളാലെ കൈകൂമ്പി നിൽക്കുമ്പോൾ, കാവിലമ്മ മുന്നിൽ വന്നൊരു കൈനീട്ടം തന്നേ, കാവിലമ്മ മുന്നിൽ വന്നൊരു കൈനീട്ടം തന്നേ. കുട്ടും കുരവയുണർന്നല്ലോ ഈ മലനാടിൻ ഉത്സവമായി, മാലോകരെ വരവേൽക്കാൻ നാടുമുണർന്നല്ലോ. ചിറ്റാരിക്കടവിനുമേലെ ആകാശപ്പന്തലുയർത്താൻ വാനോളം പൊങ്ങിപ്പാറുന്നേ, ഉത്സവക്കൊടി വാനോളം പൊങ്ങിപ്പാറുന്നേ. കുട്ടും കുരവയുണർന്നല്ലോ ഈ മലനാടിൻ ഉത്സവമായി, മാലോകരെ വരവേൽക്കാൻ നാടുമുണർന്നല്ലോ. ചിറ്റാരിക്കടവിനുമേലെ ആകാശപ്പന്തലുയർത്താൻ വാനോളം പൊങ്ങിപ്പാറുന്നേ, ഉത്സവക്കൊടി വാനോളം പൊങ്ങിപ്പാറുന്നേ, വാനോളം പൊങ്ങിപ്പാറുന്നേ, ഉത്സവക്കൊടി വാനോളം പൊങ്ങിപ്പാറുന്നേ. ഇവിടെയായിരുന്നു സാധനം. കുറച്ച് ദിവസമായി മാഷ് ഞാൻ ശ്രദ്ധിക്കുന്നു. എന്തു പറ്റി? ഉത്സവത്തിനാണെങ്കിൽ മാഷ് ആക്റ്റീവ് ആയിരുന്നില്ല. ഒന്നുമില്ല, ഞാൻ ട്രാൻസ്ഫറിന് ശ്രമിക്കണം. അതെന്താ മാഷെ പെട്ടെന്ന്? ഈ നാട് മാഷക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നല്ലേ പറഞ്ഞത്? ഏയ് ഒന്നുമില്ല. മാഷിന്റെ പ്രശ്നം എന്ത് തന്നെയായാലും നമുക്ക് പരിഹരിക്കാം. ഞങ്ങളുണ്ട് കൂടെ. മാഷ് ധൈര്യമായിട്ട് പറയേ. മാഷേ